ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുറ്റിമറിച്ച് ഊട്ടിയിലോട്ട് പോകും. അവിടെ നമ്മൾ KSRTC-യിലാണ് പോകുന്നത്. ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് എപ്പോഴെല്ലാം ബുക്കായെന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുവേണ്ടി. അവിടെ നമ്മൾ ഊട്ടി ബസ് സ്റ്റാൻഡ് എത്തി. അപ്പോഴാണ് കാര്യം അറിയുന്നത്. പറഞ്ഞാൽ തമിഴ്നാട് ഇലക്ഷൻ. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഈ കാണുന്നതൊന്നുമില്ല, അകത്ത് കിടിലാണ്. ഇത് സത്യം പറഞ്ഞൊരു ക്ലബ് ഹൗസാണ്. അതും പണ്ടത്തെ സൈഡിൽ തന്നെ ഒരു അമ്പലമുണ്ട്. റൂം 1 മണിക്ക് കിട്ടത്തുള്ളൂ. അവിടെ നമ്മൾ നേരെ ബൊട്ടാണിക് ഗാർഡനിലോട്ട് പോയി. ഇലക്ഷനായിട്ട് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിനകത്ത് പീരങ്കി വരെ ഉണ്ട്. പിന്നെ അത് ഇഷ്ടംപോലെ നല്ല ചെടി ഉണ്ടായിരുന്നു. ഈ ചെടി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാറ്റാണോ ഒറിജിനലാണോ എന്ന് അറിയാൻ പറ്റില്ല. അതേ ശേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ നമ്മളേതോ ഇറ്റാലിയൻ ഗാർഡനിലോട്ട് പോയി. അവിടുന്ന് ടോപ്പിൽ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. സൂര്യൻ വന്ന് ഉച്ച വന്നിട്ട് ഒരു ചൂടുമില്ല, നല്ല തണുപ്പ് കൂട്ടിയായുണ്ട്. കൊള്ളാം, നല്ല സ്ഥലം. അവിടെ നമ്മൾ ടോപ്പ് ഗാർഡനിലോട്ട് പോയി. അവിടെ നിന്ന് പറ്റി വരേണ്ട ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു ഫൗണ്ടൻ ഉണ്ടായിരുന്നു. പിന്നെ വലിയ കൂറ്റം മരങ്ങൾ. പിന്നെ നമ്മൾ കഴിക്കാൻ കയറി. ഇതാണ് ഊട്ടിയിലെ കുതിര. പിന്നെ നമ്മൾ റൂമിൽ വന്ന് ഞാൻ ഈ റൂമും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നൈസ് സാധനം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഫിറ്റിലെല്ലാം ഫുള്ളൊരു ഹിസ്റ്റോറിയൻസ് പെയിന്റിംഗ് ആണ് ഫുൾ ഉള്ളത്. ഫോറിനുണ്ട്, ഇന്ത്യനുണ്ട്. നമ്മൾ റൂം പറഞ്ഞ അകത്ത് കയറുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂം ഒരു ഫോറിൻ വിൻറ്റേജ് സാധനം, കിടിലൻ സാധനമാണ്. വലിയ കണ്ണാടി. ഇവിടെ രണ്ട് സൈഡിൽ നല്ല കിടിലൻ ഫോട്ടോ ഉണ്ട്. പിന്നെ നല്ലൊരു ടോയ്ലറ്റും ഉണ്ട്. പിന്നെ നല്ലൊരു ബാത്റൂം വെളി ഇറങ്ങി ഇവിടെയും വെളിയിൽ നല്ല വലിയ പെയിന്റിംഗ് ആയിട്ടുണ്ട്. നമുക്ക് TV ഉണ്ട്, നമുക്ക് ഒരു എക്സ്ട്രാ ബെഡ് വരെ കൊണ്ടുവന്നു. ഇവിടെ ഒരു ഫോറിൻ നല്ല കിടിലൊരു പെയിന്റിംഗ് ഉണ്ട്. അവിടെ റൂമിന്റെ താഴോട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നല്ല വലിയ കിടിലും പെയിന്റിംഗ് ഉണ്ട്. എന്തൊക്കെ കുറെ വർഷമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പെയിന്റിംഗ് എഴുതി ഞാൻ തോന്നുന്നു. പിന്നെ എന്തൊക്കെ വലിയ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ക്ലബ് ഹൗസാണ്, കിടില. അവിടെ നമ്മൾ ഉച്ചയായപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനായിട്ട് ബോട്ട് ഹൗസിലോട്ട് പോകും. ഇതാണ് ഇവിടുത്തെ ബോട്ട് ഹൗസ്. ഇവിടെ അത്യാവശ്യം കുറേ നല്ല കിടിലം ബോട്ടുകളുണ്ട്. നമുക്ക് ചവിട്ടി പോകാൻ സ്പീഡ് ബോട്ട് ഉണ്ട്, അല്ലാതെ അവർ കൊണ്ടുപോകും, എല്ലാം ഉണ്ട് ഇവിടെ. നമ്മൾ പിന്നെ 4 പേർക്ക് കയറാവുന്ന ചവിട്ടുന്ന ബോട്ടിൽ കയറി അവിടെ നേരെ അങ്ങേ അറ്റത്തോട്ട് പോകാനായിട്ട് ചവിട്ടി പോകാൻ തുടങ്ങി. കയറുന്നിട്ട് ഈ സാധനത്തെ പിടിച്ച് ഞാൻ കറക്കും. ഇത് അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞ സാധനം ഗിയറാന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് കറക്കുന്നു. നമ്മളോട് ചവിട്ടി ഇപ്പുറത്തെ കാട്ടിലോട്ടൊക്കെ വന്നു. നല്ല തണുപ്പാണ്. പിന്നെ അത് നമ്മൾ ഈ ട്രെയിനിലോട്ട് കയറാൻ പോകും. ട്രെയിനിൽ കൂടെ നമ്മൾ കുറച്ച് നേരം പുഴയുടെ സൈഡിൽ കൂടെ കുറച്ച് കാട്ടിനകത്തൂടെ അങ്ങോട്ട് പോകും. കുറച്ച് നേരം ഉള്ളു കേട്ടോ. അതിൽ ചെറിയൊരു ഗുഹയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞത് കുറച്ച് നഷ്ടമായി പോകുന്ന സംശയം, കാരണം ഇച്ചിരി നേരെ ഉള്ളു. പിന്നെ നമ്മളവിടെ നേരെ ഇവിടുത്തെ മാർക്കറ്റുകളിലോട്ട്, അവിടെ നമ്മൾ ഊട്ടി ടൗണിലോട്ടൊക്കെ നടന്നാണ് നമ്മൾ റൂമിലോട്ട് പോകും. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഊട്ടിയിലെ ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാം.